1985 22 വയസ്സിൽ ലോക ചെസ് ചാമ്പ്യൻ പട്ടമണിഞ്ഞ് റഷ്യക്കാരൻ ഗാരി കാസ്പറോവ് സ്ഥാപിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന റെക്കോർഡ് 39 വർഷങ്ങൾക്കിപ്പുറം 18-കാരൻ പയ്യൻ തൻ്റെ പേരിലേക്ക് തിരുത്തിക്കുറിച്ചിരിക്കുന്നു. പയ്യൻ്റെ പേര് ഗുകേഷ് ദൊമ്മരാജു. തമിഴ്നാട്ടിലെ ചെന്നൈ സ്വദേശി ഗുകേഷ് സിംഗപ്പൂരിൽ വേൾഡ് സെൻറ്റോസ റിസോർട്ടിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിംഗ്ലിറനെ അടിയറവ് പറയിച്ചാണ് ലോക ചാമ്പ്യൻ പട്ടവും ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പട്ടവും സ്വന്തമാക്കിയത്. ഏറെ ആകാംക്ഷകളോടെ ലോകം വീക്ഷിച്ച ഫൈനൽ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങൾ എത്ര തവണ വേണമെങ്കിലും കാണാവുന്ന ഒരു സിംഗിൾ ഷോട്ട് ത്രില്ലർ സിനിമ പോലെ തോന്നിച്ചിരുന്നു. കഠിനമായ നിശബ്ദത, കാണുന്നവരിൽ ആകാംക്ഷയും ആശങ്കയും ഇരച്ചു കയറുന്നു. ഗുകേഷ് ഏറെ ഗാഢമായി ആലോചിക്കുന്നു. ഇരിപ്പിടം വീണ്ടും വീണ്ടും നേരെയാക്കുന്നു. വെള്ളം കുടിക്കുന്നു. എഴുന്നേറ്റ് നടക്കുന്നു. ശേഷം ശ്രദ്ധയോടെ, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കളത്തിൽ ഗുകേഷിൻ്റെ ഒരു നീക്കം. അതിൻ്റെ കൗണ്ടർ മൂവെന്നോണം ഡിങ്ങും കരുനീക്കുന്നു. അതോടെ കളി തൻ്റെ വരുതിയിലായി എന്നുറപ്പിച്ച് ഇരിപ്പിടത്തിൽ നിന്നെണീച്ച് ചുറ്റുമൊന്ന് നടന്ന ശേഷം ഗുകേഷിൻ്റെ അവസാനത്തെ നീക്കം. എതിരാളിക്ക് തോൽവിയുടെ കയ്പുനീർ സമ്മാനിച്ച് തൻ്റെ ആദ്യ വിശ്വകിരീടം ഉറപ്പിച്ച 18-കാരൻ വികാരത്തിൻ്റെ തള്ളിച്ചയിൽ കണ്ണീരണിഞ്ഞ് കൈകളിൽ മുഖമമർത്തിയിരിക്കുന്ന മനോഹരമായ കാഴ്ച. ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്താൽ കൊടുമുടി കയറിയ നിമിഷം. വിശ്വനാഥൻ ആനന്ദിനു ശേഷം ഒരു ഇന്ത്യക്കാരൻ്റെ ആദ്യ ലോക ചെസ് കിരീടം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടതാണ് ചെസ്സിലെ വിശ്വകിരീടം. രാജ്യത്തിനു വേണ്ടിയും താൻ ഏറെ ആരാധിക്കുന്ന വിശ്വനാഥൻ ആനന്ദിനു വേണ്ടിയും അത് തിരിച്ചുപിടിക്കുക എന്ന തീവ്രാഭിലാഷവുമായാണ് ഗുകേഷ് സിംഹപുരമായ സിംഗപ്പൂരിലെത്തുന്നത്. 14 ഗെയിമുകളായിരുന്നു വിശ്വകിരീടത്തിലേക്കുള്ള ദൂരം. എന്നാൽ വിജയം കാംക്ഷിച്ചെത്തിയ ഗുകേഷിനെ കാത്തിരുന്നത് തിരിച്ചടിയായിരുന്നു. ആദ്യ ഗെയിമിൽ തന്നെ എതിരാളിയായ ഡിംഗ്ലിറനിന് മുന്നിൽ തോൽവി. കളി കഴിഞ്ഞ് നോവുന്ന ഹൃദയവുമായി പുറത്തേക്ക് വന്ന ആ കൗമാരക്കാരനെ കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഗുകേഷിന്റെ അത്രയും പ്രിയപ്പെട്ട മെന്റർ വിശ്വനാഥൻ ആനന്ദ്. പ്രൊഫഷണൽ സ്പോർട്സിന്റെ ലോകത്ത് അതിവൈകാരികതയ്ക്ക് സ്ഥാനമില്ലെന്നറിയാവുന്ന ആനന്ദ് തന്റെ മാനസപുത്രനായ ഗുകേഷിനോട് ഒരേയൊരു വാചകം മാത്രമേ പറഞ്ഞുള്ളൂ: ഐ ഹാഡ് ഓൺലി 11 ഗെയിംസ് ബട്ട് യു ഹാവ് 13 ഗെയിംസ്. എനിക്ക് 11 കളികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, പക്ഷേ താങ്കൾക്ക് ഇനിയും 13 കളികൾ അവശേഷിക്കുന്നുണ്ട്. 2010 റഷ്യയുടെ വാസിലിൻ ടോപ്പലോവിനെ തോൽപ്പിച്ച് വിശ്വകിരീടം നേടിയ ടൂർണമെന്റിൽ ആദ്യ കളിയിൽ ആനന്ദും തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അന്ന് തിരിച്ചുവന്ന് ലോക ചാമ്പ്യനായ ആ മുഹൂർത്തമാണ് ആനന്ദ് തന്നെ ഓർമ്മിപ്പിച്ചതെന്ന് കൗമാരക്കാരൻ ഗുകേഷ് തിരിച്ചറിയുന്നു. ഗീതാഹൃദയം ശ്രവിച്ച അർജുനനെ പോലെ മനസ്ഥൈര്യത്തിലേക്ക് തിരിച്ചെത്താൻ ഗുകേഷിന് അത് ആവശ്യത്തിലധികമായിരുന്നു. ശേഷം നടന്നത് ചരിത്രമാണ്. ആദ്യ ഗെയിം ജയിച്ച് ആത്മവിശ്വാസത്തിന്റെ ബലത്തിലിരിക്കുന്ന നിലവിലെ ചാമ്പ്യൻ കൂടിയായ ചൈനയുടെ ഡിംഗ്ലിറനെ ആധികാരികതയോടെ തന്നെ പരാജയപ്പെടുത്തി ലോക ചെസ്സിലെ കനകസിംഹാസനത്തിൽ 18-കാരൻ ഗുകേഷ് ദൊമ്മരാജു അവരോധിക്കപ്പെടുന്നു. 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിനു ശേഷം ഒരു ഇന്ത്യക്കാരൻ ആദ്യമായാണ് ലോക ചെസ് ചാമ്പ്യൻ പട്ടമണിയുന്നത്. MS ധോണിയെയും നൊവാക് ജോക്കോവിച്ചിനെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഗുകേഷ് ഒറ്റ ഗെയിമിലൂടെ തന്നെ താരപദവിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഗുകേഷിന്റെ പട്ടാഭിഷേകത്തോടെ വരും കാലങ്ങളിൽ ഇനി എന്തായിരിക്കും കാണാൻ പോകുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. അടുത്ത ചെസ് ലോകകപ്പിൽ ഗുകേഷ് ദൊമ്മരാജുവിനെ ചലഞ്ച് ചെയ്യുവാൻ പ്രജ്ഞാനന്ദയോ അർജുൻ എരിഗാസിയോ വിദിത് ഗുജറാത്തിയോ എത്തുന്ന ഒരു സ്വപ്ന നിമിഷമാകാം കാലം തൻ്റെ മാന്ത്രിക ചെപ്പിൽ കരുതി വച്ചിരിക്കുന്നത്. പഴയ റഷ്യൻ ആധിപത്യ നാളുകളിലേതുപോലെ ഇന്ത്യയോട് തന്നെ മത്സരിക്കുന്ന സമ്പൂർണ്ണമായ ഡോമിനൻസിൻ്റെ ഒരു സുവർണ കാലമാകാം. കാര്യങ്ങൾ ഇതുപോലൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. താങ്ക് യു ഗുകേഷ്, യു ആർ എ അബ്സല്യൂട്ട് ജീനിയസ്.